ദൈവം ഇറങ്ങി വന്നിരിക്കുന്ന ഈ രംഗത്ത് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. ജീവനുള്ള ക്രിസ്തുവിനെ മാത്രം കാണിച്ചിരുന്ന രംഗമായി ഇത് അവസാനത്തോളം നിൽക്കണമെന്നാണ് ഞങ്ങൾ ദൈവമക്കളുടെ ആഗ്രഹം. ഭൂമിയിലെ ഒരു മനുഷ്യനെയും ഒരിക്കലും നിങ്ങൾ കാണരുത്. ആകെ നോക്കുവാൻ ഒരു വ്യക്തി മാത്രം. ആരാണ് ആ വ്യക്തി? ഒന്ന് ഉറക്കെ പറയാമോ? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു. ആ യേശു കുറുകി ഞരങ്ങി നീ കരയുമ്പോൾ നിൻ്റെ അരികിലേക്ക് വരുന്നവനാണ്. കുറുകി ഞരങ്ങി കരയുക. സ്വന്തം ജീവിതത്തിൽ വന്നുപോയി പാപങ്ങളോർത്ത്, കർത്താവിനെ ദുഃഖിപ്പിച്ചതോർത്ത്, ജീവിതത്തിൽ വന്നുപോയ അപകടങ്ങളോർത്ത്, ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതാത്തത് സംഭവിച്ചതോർത്ത് കുറുകി കരയാനിടയാകുക. തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തെ യഹോവയെ നിരസിക്കുകയില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. ഇന്ന് പ്രാർത്ഥനയോടെ ഇരുന്നവരെ എല്ലാം കർത്താവ് ഇതിനോടൊപ്പം അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഒരു സത്യമാണ് പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ ഏറ്റവും നിങ്ങളെല്ലാവരേക്കാളും യോഗ്യതയില്ലാത്തവനാണ്. ഇവിടെ എന്നും വരുമ്പോൾ ഞാൻ അങ്ങനെയാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും വേറെ പ്രകടമായ പാപങ്ങളൊന്നും ഉള്ളതുകൊണ്ടല്ല, യോഗ്യതയില്ല എന്നുള്ള ചിന്ത. ഈ അത്യത്ഭുത സ്നേഹവാനായ യേശു എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത്? അത് വെറും കൃപയാണ്. അത് വെറും സൗജന്യ ദാനമാണ്. ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി. ഇതിലപ്പുറം ഒന്നും പറയാനില്ല. ആ കരുണ, ആ കൃപ. പ്രവാചകൻ പറഞ്ഞു, സൈന്യത്താലല്ല ശക്തിയാലല്ല. അറിയാവുന്നവർ ഉറക്കെ പറഞ്ഞോളൂ. നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട, ഉറക്കെ പറഞ്ഞോളൂ, വായി തുറന്നു പറഞ്ഞോളൂ. എന്താണ് പറഞ്ഞത്? സൈന്യത്താലല്ല ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ എത്രയെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ മനുഷ്യർക്ക് കുറ്റബോധം കിട്ടും. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ അനേകരുടെ ഹൃദയത്തിൽ എനിക്ക് ജീവിതം ക്രിസ്തുവിനായി കൊടുക്കണമെന്ന് തോന്നും. കർത്താവ്, ഈ യേശു എൻ്റെ കർത്താവാണെന്ന് വായ കൊണ്ട് പറയും. പിന്നെയോ, യേശു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കും. യേശുവിനെ എൻ്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കും. നിങ്ങളങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടോ? വ്യക്തമായൊരു സമർപ്പണം കൂടിയേ തീരൂ. വ്യക്തമായൊരു തീരുമാനം കൂടിയേ തീരൂ. നമ്മൾ പൊത്തുവരുത്ത ക്രിസ്തീയ ജീവിതം നയിക്കരുത്. ജീവനുള്ള ക്രിസ്തുവാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ നാം ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകരുത്. കോംപ്രമൈസ് ചെയ്യരുത്. പാപം വെച്ചുകൊണ്ട് ഒരിക്കലും പോകാൻ ആരും പ്ലാൻ ചെയ്ത് ദയവായിട്ട് ഈ കൂട്ടായ്മയിൽ വന്നിട്ട് പ്രയോജനമില്ല. പാപത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ്, പാപം ചെയ്യുന്നവരാരും വരരുതെന്നല്ല കേട്ടോ പറഞ്ഞത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പാപികളാണല്ലോ നമ്മളെല്ലാവരും. എന്നാൽ തുടർന്നും പാപജീവിതം നയിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വരാതിരിക്കുന്നതാണ് നല്ലത്. അത് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് എളിമയോട് പറയുകയാണ്. കാരണം ഞങ്ങൾ മനുഷ്യരാരുമല്ല ഇവിടെ ഒരു കാര്യവും കൺട്രോൾ ചെയ്യുന്നത്. സത്യമാണ് പ്രിയപ്പെട്ട ദൈവജനമേ. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുകയാണെങ്കിലും ഒരിക്കലും ഞങ്ങൾ ഒരാളോട് വിളിച്ച് പറയണ്ട. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കുകയില്ല എന്ന് ജീവനുള്ള ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ മഹത്വം ആർക്കും കൊടുക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ആ മഹത്വം ഒരല്പം ഒന്ന് എടുക്കാൻ ലൂസിഫർ ആഗ്രഹിച്ചു. ലൂസിഫർ, മാലാഖമാരുടെ നേതാവ്, എന്താഗ്രഹിച്ചു? ഒരല്പം മഹത്വം. കോടാനുകോടി മാലാഖമാരുണ്ട്, 12 വൃന്ദം മാലാഖമാരുണ്ട്. അതിൽ മൂന്ന് വൃന്ദം മാലാഖമാർ പിശാചുക്കളായി തീരാൻ ഇടവന്നു. എന്തുകൊണ്ട്? ലൂസിഫർ അത്രമാത്രം മനോഹര രൂപിണിയായിരുന്നു. അത് വർണ്ണിക്കാനോ വിവരിക്കാനൊന്നുമല്ല, അത്രമാത്രം. എല്ലാ രത്നങ്ങളും പതിച്ചിരുന്നു, മുഴുവൻ സ്വർണം കൊണ്ടുള്ള തടങ്ങളായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, എന്ത് സംഭവിച്ചു എന്നറിയാമോ? വലിയൊരു അഹങ്കാരം വരാനിടയായി. എന്താണ് അഹങ്കാരം? വലിയ പാപം ചെയ്തു എന്നല്ല, ഉള്ളിലൊരാഗ്രഹം. എവിടെയാണ് ലൂസിഫർ വസിച്ചിരുന്നത്? ദേവപർവ്വതത്തിൽ ദൈവത്തോട് ചേർന്ന് വസിച്ചിരുന്നു. എന്നാൽ ലൂസിഫറിന് ഒരാഗ്രഹം, മനസ്സിലൊരാഗ്രഹം. എന്താണ്? എന്നെയും കൂടെ ഒരല്പം ഒന്ന് ആളുകൾ മാലാഖമാരൊന്ന് വണങ്ങിയാൽ എന്താണ്? ഇങ്ങനെ ഒരാഗ്രഹം വന്നേ ഉള്ളൂ. നിത്യ നരകാവകാശിയാക്കി അധമ പാതാളത്തിൽ പൂട്ടിയിടാൻ തക്കവണ്ണം ദൈവം പ്ലാൻ ചെയ്തു.
ഒരിക്കലും ഒരു കാലത്തും ദൈവമക്കൾ സ്വന്തം മഹത്വം എടുക്കരുത്. അതൊരു വ്യക്തമായ തീരുമാനമായിരിക്കണം. ഞാൻ പ്രസംഗിച്ചു, ഞാൻ സാക്ഷ്യം പറഞ്ഞു, ഞാൻ വചനം പറഞ്ഞു, ഞാൻ തീരുമാനമെടുപ്പിച്ചു, ഞാൻ സമർപ്പണ വാചകം ചൊല്ലിക്കൊടുത്തു, ഇതൊന്നും ആകരുത്. എന്നാൽ വ്യക്തമായും ഒരു വ്യക്തിയെ മാത്രം കാണണം, ക്രൂശിലെ സ്നേഹത്തെ മാത്രം കാണണം. ആ സ്നേഹത്തെ കാണുമ്പോൾ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട സ്നേഹം. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണ്? യേശുക്രിസ്തുവിലേക്ക് മാത്രം. ശ്രദ്ധയോടെ ചിന്തിച്ചിരുന്നാൽ മനസ്സിലാവും. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടിരുന്നാൽ ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ: ഞങ്ങളെ വീണ്ടെടുത്ത ക്രൂശിലെ സ്നേഹം, ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ച ക്രൂശിലെ സ്നേഹം, അല്ല നമ്മെ പേര് ചൊല്ലി വിളിച്ച ക്രൂശിലെ സ്നേഹം. യുഗപരിപാടിയിൽ നമ്മെ ജീവനുള്ള ദൈവം ഉൾപ്പെടുത്തി. നിങ്ങളിതൊന്ന് വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. ഒരു പരമസത്യമാണ് ഈ പറയുന്നത്. ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന സകലമായ ആളുകളെയും, ഒരുപക്ഷെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി വന്നവർ കാണും, അല്ല നിരൂപണ ബുദ്ധിയോടെ വന്നവർ കാണും, അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കാം എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വന്ന് കാണും. അവരെയും ജീവനുള്ള ക്രിസ്തു യുഗങ്ങൾക്ക് മുമ്പ് കണ്ടു, അവിടുത്തെ യുഗപരിപാടിയിൽ ഉൾപ്പെടുത്തി. ഇത് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ദൈവം കണ്ടതാണെങ്കിൽ നമ്മെ സ്വർഗരാജ്യത്തിൽ ഇരുത്താനായിട്ടാണ് കണ്ടിരിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ ആർക്കാ പോകാൻ പറ്റണേ? ഇവിടെ തോന്നിയ പോലെ ജീവിച്ച്, ആടിപ്പാടി ജീവിച്ച്, നല്ല സൗകര്യപ്രദമായിട്ട് ജീവിച്ച്, എല്ലാം നല്ല സമ്പന്നമായ രീതിയിൽ ജീവിച്ച്, അല്ല എല്ലാ പണത്തിനൊരു ഞെരുക്കവും ഇല്ലാതെ, മക്കളൊക്കെ നല്ല വിശ്വാസികളായി നടന്ന്, മക്കളെല്ലാം വളരെ അനുസരണമുള്ളവരായി നടന്ന്, എല്ലാവിധ സൗകര്യം അങ്ങനെയുള്ളവരാണോ പോകണ്ടേ? അല്ല, അങ്ങനെയുള്ളവരല്ല പോകുന്നത്. എന്താണ്? എൻ്റെ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടമുണ്ട് പ്രിയപ്പെട്ടവരെ, ദുഃഖമുണ്ട്. ആർക്കാ ദുഃഖമില്ലാത്തവർ? ഒരാൾ പോലും കൈവെക്കില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ട് കൈവെക്കുമായിരിക്കും. ദുഃഖപൂരിതമാണ് ജീവിതം, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ സ്വകാര്യ ദുഃഖങ്ങളില്ലേ? ഓരോരുത്തർക്കും ദുഃഖങ്ങളില്ലേ? എനിക്ക് എന്തുമാത്രം ദുഃഖമുണ്ട്? നമുക്കെല്ലാവർക്കും ഓരോരുത്തരെയും പേരെടുത്ത് ചോദിച്ചാൽ എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്. എന്നാൽ ദുഃഖം മാറുന്നൊരു ദിവസമുണ്ട്, കണ്ണുനീര് മാറുന്നൊരു ദിവസമുണ്ട്. കുറുകി കുറുകി കരയാൻ നിങ്ങൾ ശീലിച്ചാൽ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട് ഏങ്ങലടിക്കാൻ നിങ്ങൾ ശീലിച്ചാൽ, കുറുകി കുറുകി കരയാൻ നിങ്ങൾ ശീലിച്ചാൽ, ആ പരിശുദ്ധ രക്തം വന്ന് നിങ്ങളുടെ തലമേൽ കൈവയ്ക്കുന്നതും നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതും നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ട് സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാം. അതാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന്. കലക്കം മാറണമോ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഭ്രമം മാറണമോ? പേടി മാറണമോ? ഭയപ്പെടേണ്ട എന്ന് കർത്താവിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണമോ? വേറെ ഒന്നിൻ്റെയും പിന്നാലെ പോയിട്ട് കാര്യമില്ല. കുറുകി കരയാൻ പഠിക്കുക. തകർന്നു നുറുങ്ങിയത് അതൊരു മഹാഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. കരയുമ്പോൾ ഒരു ദൈവവേദന പറഞ്ഞ് ഞാൻ കേട്ടു, കരയുമ്പോൾ എന്ത് സംഭവിക്കും? കരയുമ്പോൾ കണ്ണുനീര് താഴേക്ക് വീഴുമ്പോൾ കർത്താവിൻ്റെ തിരുരക്തം എന്ന് നിങ്ങളുടെ നെറ്റിയിൽ വീഴുമെന്ന്. ഇതൊരു സത്യമാണ്. അതനുഭവിക്കുമ്പോൾ എന്തൊരു സമാധാനമാണ്. താഴെ ഇരുന്ന് കരയുന്നു, ഏങ്ങലടിക്കുന്നു. കർത്താവേ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന വ്യക്തിപരമായ പാപങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യത്തിനും എനിക്ക് ജയമില്ല. കർത്താവേ, എന്നെ അവിടെ നിന്ന് ആശ്വസിപ്പിച്ചേ പറ്റൂ, എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ, എൻ്റെ കാര്യം ഒന്ന് ഏറ്റെടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഏങ്ങലടിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുരക്തം തുള്ളി തുള്ളിയായി വീഴുന്നു. നമ്മുടെ കണ്ണുനീര് കർത്താവിൻ്റെ കാൽപാദത്തിൽ വീഴുന്നു എന്ന് നാം ചിന്തിക്കുന്നു. ഇത് സത്യമായ യാഥാർത്ഥ്യമാണ്. ഇത് അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം പ്രിയപ്പെട്ടവരെ. അതിനെന്ത് വേണം? ഈ ലോകത്തിൻ്റെ പിന്നാലെ പോയാൽ പറ്റില്ല. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പിന്നാലെ പോയാൽ പറ്റില്ല. ഏതാനും ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ശത്രുവോ മിത്രമോ? ഓരോരുത്തരും നോക്കണം. ഞാൻ ലോകത്തിൻ്റെ പിന്നാലെ ആണോ പോകുന്നത്? ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ അനുസരിച്ചാണോ പോകുന്നത്? ഈ ലോകത്തിന് അനുരൂപനായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? 1 യോഹന്നാൻ 2:15 വായിക്കാം. ദൈവത്തിൻ്റെ ദൈവശ്വാസീയമാണ് ഈ വാക്കുകളെല്ലാം, ഈ വചനങ്ങളെല്ലാം. എന്താണ് പറഞ്ഞത്? പറഞ്ഞോളൂ, നിങ്ങൾ ഉറക്കെ പറഞ്ഞോളൂ. എന്താണ്? ലോകത്തെയും, ഞാൻ പറഞ്ഞുതരാൻ വേണമെങ്കിൽ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കുറച്ച് സ്നേഹിക്കാന്നല്ല കർത്താവ് പറഞ്ഞേക്കണേ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അടുത്ത ഭാഗം, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, കേട്ടോ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് കർത്താവ് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് പറഞ്ഞത്? ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമ്മൾ ഇത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതനാണോ? നാം ചിന്തിച്ചു നോക്കൂ. ഞാൻ ലോകത്തിൻ്റെ സ്നേഹിതനാണോ? എനിക്ക് ലോകത്തിലെ പ്രശസ്തിയാണോ എൻ്റെ ആഗ്രഹം? എൻ്റെ ഹൃദയം എന്താണ് വാഞ്ചിക്കുന്നത്? എനിക്ക് ലോകത്തിൽ പണക്കാരനാകണം. അതുകൊണ്ട് നിങ്ങളൊരു പക്ഷേ തെറ്റിദ്ധരിക്കും, ഞാൻ വലിയ ബിസിനസ് നടത്തുന്ന ആളാണ്. പ്രിയപ്പെട്ട, ഒരു ബിസിനസ് നടത്തുന്നത് തെറ്റാണെന്നല്ല. നിൻ്റെ ഹൃദയം എങ്ങനെയുണ്ട് മകനെ? ഒരു പ്രശ്നം വരുമ്പോൾ നീ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറയാം.
ഞങ്ങളുടെ അടുത്ത് ജോലിക്ക് നിന്നിരുന്ന ഒരാൾ, അഥവാ ഞങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ട് നിന്നിരുന്ന ആൾ ഏതാണ്ട് ഒരു 75 ലക്ഷം രൂപയുടെ സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയി. 75 ലക്ഷം രൂപയുടെ സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയി. നിങ്ങൾ കേൾക്കണേ, എൻ്റെ നേരെ കൃത്യം നോക്കണേ. ഒരു പരമാണുവിന്, ചിലപ്പോൾ ചിലർക്ക് തോന്നും എന്നാലും അയാൾ എന്താ അങ്ങനെ പറയണേ, ഒരു പരമാണുവിന്, ഒരു 10,000 കോടിയിലൊരു അംശത്തിന് ഉറക്കത്തന്നെ തെളിച്ച് തന്നെ പറയണേ, ഒരു ദുഃഖം എനിക്ക് വന്നില്ല. ഒരു ദുഃഖം എനിക്ക് വന്നില്ല. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമ്പത്തുക്കളുടെ അപഹാരവും, അറിയാവുന്നവർ പറയണം, ബാക്കിയൊക്കെ പറയാൻ പഠിക്കണം, എല്ലാവരും പഠിക്കണം, നല്ല ഊർജ്ജസ്വലരായിട്ടിരിക്കണം, നല്ല ഉറക്കെ പറയണം. എന്താണ്? സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. സങ്കടപ്പെട്ടാലോ? എന്നാലും അവനത് കട്ടുകൊണ്ട് പോയല്ലോ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോലും നല്ല പറഞ്ഞേ. എനിക്ക് ഭാഗ്യവശാൽ ചിന്തിക്കാനും ഇടവന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് ഞാൻ പറഞ്ഞത്? ലോകത്തിലുള്ളത് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം സങ്കടപ്പെടുന്നുവെങ്കിൽ നാം ലോകത്തിൻ്റെ സ്നേഹിതരാണ്. ഞാൻ ചോദിക്കട്ടോ, എൻ്റെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഈ ഒരു മുടി നിങ്ങൾ നോക്കുമ്പോൾ ആകെ 5-6 മുടിയേ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ. ഇത് ഒരെണ്ണം താഴെ പോണെങ്കിൽ ബാക്കി പറ, ജീവനുള്ള ദൈവം അറിയാതെ താഴെ പോവില്ല. വളരെ കൃത്യമായും ദൈവത്തിൻ്റെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് സത്യമാണ്, ഇതിനകത്ത് മാറ്റമില്ല. എൻ്റെ ഒരു മുടി താഴെ പോകണമെങ്കിൽ കർത്താവ് അറിയാതെ പോകില്ല. അപ്പോൾ പിന്നെ 75 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ സാധനം കട്ടുകൊണ്ട് പോയാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. എൻ്റെ കർത്താവ് എനിക്കത് നന്മയ്ക്കാക്കി തീർക്കും. കാരണം എന്താണ്? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നേക്കാൾ ഉപരി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. എന്താണ്? ലോകത്തെ സ്നേഹിക്കുന്നവനല്ല, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അതങ്ങ് മാറ്റി നിർത്ത്. എന്നാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, നാം ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും നിർണയപ്രകാരം ദൈവം വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം പറഞ്ഞിരിക്കുന്നു. ഒന്ന് ഉറക്കെ പറയാമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കേട്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ നാം? ദൈവത്തെ സ്നേഹിക്കുന്നവരല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ. ഇന്ന് ലോകത്തിൻ്റെ സ്നേഹിതരാണെങ്കിലും നിങ്ങൾ ഒരു സത്യം അറിഞ്ഞുകൊള്ളൂ. ദൈവത്തെ സ്നേഹിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് എല്ലാം കിട്ടുന്നതെന്നുള്ള സത്യമാണ്. എന്നാൽ തൊട്ടടുത്ത വാക്യവും ദൈവത്തിൻ്റെ തിരുവചനം തന്നെയാണ്. അതുകൊണ്ട് എന്താണ് പറഞ്ഞത്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനു പേടിക്കണം? പിന്നെ എന്തിനു ഭയപ്പെടണം? പരീക്ഷ തോറ്റോ? എന്തിനാ ഭയപ്പെടണേ? രോഗം വന്നോ? എന്തിനാ ഭയപ്പെടണേ? നടുവിന് വേദന വന്നോ? എന്തിനാ പേടിക്കണേ? ക്യാൻസർ ആണെന്ന് അറിഞ്ഞോ? എന്തിനാ ഭയപ്പെടണേ? ഞാൻ വിശ്വാസത്താൽ കാണുന്നു. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൺഡേ സ്കൂളിലൊന്നും പോയിട്ടില്ലേ? ഉറക്കെ പറഞ്ഞേ. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അത് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചേക്കണതാണ്, ദൈവത്തിൻ്റെ തിരുവചനമാണ്. ആശിക്കുന്ന കാര്യം നിങ്ങൾ ഉറയ്ക്കണം. എൻ്റെ കർത്താവ് എന്നെ ഒരു വിശുദ്ധനാക്കും. എൻ്റെ കർത്താവ് മേഘത്തിൽ ഇങ്ങനെ വരും. മേഘത്തിൽ വരുമ്പോൾ ഞാനൊരു വിശുദ്ധനായി, ഞാനൊരു ശുദ്ധിമതിയായി പറന്ന് എൻ്റെ കർത്താവിൻ്റെ കൂടെ പോകും. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് വിശ്വാസം ഇല്ലാത്തവർക്ക് എന്ത് സംഭവിക്കില്ല? ഇതൊന്നും നടക്കില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, എന്താണ്? അവിശ്വാസമുള്ള അവരുടെ ദുഷ്ടഹൃദയ നിമിത്തം അവിടെ ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? പ്രിയ ദൈവജനമേ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. നാം ലോകത്തിൻ്റെ സ്നേഹിതരാണോ? നാം ജീവിതം വ്യക്തമായി ക്രിസ്തുവിന് കൈമാറിയിട്ടുണ്ടോ? എൻ്റെ ജീവിതം ഞാൻ എന്നേക്കുമായി വിട്ടുകൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ, നാം ഓരോരുത്തരും ചിന്തിക്കൂ. എന്നേക്കുമായി ഒരു വ്യക്തിക്ക് ജീവിതം കൈമാറി, മുഴുവനായും കൈമാറി കൊടുക്കുന്നു. എങ്ങനെയാണ് കൈമാറുന്നത്? എന്നേക്കുമായി കൈമാറി കൊടുക്കുന്നു. നിങ്ങൾ വ്യക്തമായി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? കൈമാറ്റം നടന്നിട്ടുണ്ടോ? വ്യക്തമായി ഞാൻ കർത്താവെ ഇന്ന് മുതൽ ഇവിടുത്തെ വക എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്തെല്ലാം പാപം ചെയ്തുവെന്ന് കർത്താവ് ഒരിക്കലും ചോദിക്കുകയില്ല. കർത്താവ് ഒരിക്കലും നോക്കിയില്ല. നിങ്ങളിതൊന്ന് വിശ്വസിക്കാമോ? നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാവുന്നൊരു കൈവക്കിക്കേ. ഇതുവരെ ചെയ്തതൊന്നും കർത്താവ് ഓർക്കുകയില്ല, കർത്താവ് നോക്കുകയില്ല എന്ന് കൈ താത്തിയിട്ടുള്ളൂ. ഒരു 100% ആൾക്കാരും കൈപൊക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു മോചനം ലഭിക്കുക, അതുകൊണ്ട് കരയേണ്ടെന്നല്ല പറഞ്ഞത്. പത്രോസ്ലീഹയെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി ഇല്ലേ? യഥാസ്ഥാനപ്പെടുത്തി. പത്രോസ്ലീഹ പിതാക്കന്മാരുടെ പുസ്തകങ്ങളിൽ പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ, ജോസിഫസ് പോലത്തെ ആളുകൾ, അവരെഴുതിയിരിക്കുന്ന എന്താണ്? കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്രോസ്ലീഹ എന്നും കാലത്തെ 5:30 മണിയാകുമ്പോഴും കൂട്ടാം, 5:30 മണിയാകുമ്പോൾ എഴുന്നേക്കും, എന്നിട്ട് ഏങ്ങലടിക്കും, എന്നും കരയും. എന്തിനാണ് കരയണത്? പത്രോസ്ലീഹ കരയണതിന് ഒരേ ഒരു കാരണമുള്ളൂ.
ഞാൻ ഇത്രമാത്രം ഈ കാലമത്രയും കൂടെ നടന്നു. പത്രോസിലേക്ക് അത്ഭുതങ്ങൾ പത്രോസിലേക്ക് കണ്ടു, മീൻ പിടിക്കുന്നത് കണ്ടു, ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് കണ്ടു, കാനാവിലെ പച്ചവെള്ളം വീഞ്ഞാക്കിയത് കണ്ടു, എല്ലാം കണ്ടു. കുരുടന് സൗഖ്യം കൊടുക്കുന്നത് കണ്ടു, മരിച്ചവളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് കണ്ടു. എല്ലാം കണ്ട പത്രോസ്ലീഹ എന്ത് ചെയ്തു? അവസരം വന്നപ്പോൾ തള്ളിപ്പറഞ്ഞു. അല്ലേ? അവസരം വന്നപ്പോൾ തള്ളിപ്പറഞ്ഞു. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നാൽ ആ പത്രോസ്ലീഹയെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. യഥാസ്ഥാനപ്പെടുമ്പോൾ പാപങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? വീണ്ടുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കൽ യഥാസ്ഥാനപ്പെടുത്തി കഴിയുമ്പോൾ, ഒരിക്കൽ ജീവിതം ക്രിസ്തുവിന് ഇട്ടുകൊടുക്കുമ്പോൾ, ഒരിക്കൽ ഞാൻ കർത്താവ് എൻ്റെ രക്ഷകനാണ്, യേശു എൻ്റെ രക്ഷകനാണ്, യേശു എൻ്റെ കർത്താവാണ് നിങ്ങൾ വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സാക്ഷാൽ രക്ഷ നിങ്ങൾക്ക് സ്വായത്തമാകുന്നു. നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകി കിട്ടുന്നു. ഇതൊന്ന് വിശ്വസിക്കണം പ്രിയ ദൈവജനമേ, ഇതൊന്ന് വിശ്വസിക്കണം. ഞാൻ എൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് ക്രിസ്തുവിന് കൊടുക്കുകയാണ്. ഇനി ഞാൻ ലോകത്തിൻ്റെ ഇമ്പത്തിനനുസരിച്ച് ജീവിക്കുകയില്ല, ഇനി ഞാൻ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയില്ല, ഇനി ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പാപത്തോട് എന്നേക്കുമായി യാത്ര പറയുകയാണ്, പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുകയാണ്, സാത്താനോട് എന്നേക്കുമായി യാത്ര പറയുകയാണ്. ഇനി എനിക്ക് പഴയ ജീവിതമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, അത് നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ ജീവനുള്ള ദൈവം നമ്മെ നടത്തും. അതുകൊണ്ട് എന്ത് വേണമെന്നാണ് പറഞ്ഞത്? പത്രോസ്ലീഹ പറഞ്ഞതുപോലെ എന്ത് പറയണം? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറയും പോലെ തന്നെ പറയണം. പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ പാപം വന്നു, എല്ലാം കർത്താവ് എന്ത് ചെയ്തു? ക്ഷമിച്ചു കൊടുത്തു. എന്നാൽ അത് ക്ഷമിച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ട് പത്രോസ്ലീഹ കരയാതിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാ പത്രോസ്ലീഹ കരയണേ? ഞാൻ ഇത്രയും പ്രാഗി പറഞ്ഞിട്ടും, ഇത്രയും മോശമായിട്ട് കർത്താവിനെ ചിത്രീകരിച്ച രീതി പറഞ്ഞിട്ടും, ഞാൻ ഒരു പീറ പെണ്ണിൻ്റെ മുമ്പിൽ വെച്ച് തള്ളി പറഞ്ഞിട്ടും, യേശു എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നിട്ടും ഞാൻ എൻ്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞ് പോയല്ലോ എന്നുള്ള ആ ഹൃദയത്തിൻ്റെ വേദനയിൽ നിന്ന് ഉരുത്തിരിച്ചു വരുന്ന നന്ദിയിൽ നിന്നാണ് പത്രോസ്ലീഹ കരഞ്ഞുകൊണ്ടിരുന്നത്. പാപം ചെയ്തു പോയല്ലോ എന്നോർത്തുള്ള കരച്ചിലല്ല, എൻ്റെ കർത്താവ് ക്ഷമിച്ചില്ലല്ലോ എന്നുള്ള കരച്ചിലല്ല. എങ്കിലും എനിക്കിങ്ങനെ അപകടം പറ്റിപ്പോയല്ലോ, ആ നന്ദി. എന്നിട്ടും എന്നെ സ്നേഹിച്ചല്ലോ, എന്നെ വേണമെങ്കിൽ എന്നെ തള്ളിക്കളയാമായിരുന്നു. ഇത്രയും അത്ഭുതമൊക്കെ കണ്ട പത്രോസ്, ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ട പത്രോസിനെ കർത്താവിന് വേണമെങ്കിൽ തള്ളിക്കളയാമായിരുന്നു. എന്നെ തള്ളിക്കളഞ്ഞില്ലല്ലോ എന്നുള്ള ആ സ്നേഹം വരുമ്പോൾ എന്തുവരും? അറിയാതെ ഊറി വരും. അറിയാതെ എന്തു ചെയ്യും? കുറുകി കരയാൻ തുടങ്ങും. നിങ്ങൾക്കങ്ങനെ കരച്ചിൽ വരാറുണ്ടോ? എന്നെ സ്നേഹിച്ച ക്രൂശിലെ സ്നേഹം, എന്നെ വീണ്ടെടുത്ത ക്രൂശിലെ സ്നേഹം, ഇത്രയും വലിയ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടും എന്നെ കഴുകിത്തന്ന ക്രൂശിലെ സ്നേഹം, ശാപകരമായ പലതും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എന്നെ കഴുകിത്തന്ന ക്രൂശിലെ സ്നേഹം, എന്നേക്കുമായി പാപത്തോട് നിങ്ങൾക്ക് യാത്ര പറയാമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലോകത്തിൻ്റെ സ്നേഹിതരായിരിക്കില്ല. വായിക്കാം നമുക്ക്. എന്താണ് യാക്കോബിലെ എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്താണ് ലോകസ്നേഹിതരായ ആളുകളെ എന്താണ് കർത്താവ് വിളിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുകയാണ്. വായിക്കാം. വ്യഭിചാരിണികളായുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. യേശു എന്താണ് ലോകസ്നേഹത്തിന്റെ പിന്നാലെ നടക്കുന്നവരെ വിളിക്കുന്നത്? എന്താണ്? വ്യഭിചാരിണികളായുള്ളവരെ. കേൾക്കൂ, നിങ്ങൾ ഈ ഇരിക്കുന്ന സ്ത്രീകളിൽ ഒരാളെ യേശു വിളിക്കുകയാണ്, അഥവാ ഞങ്ങളൊരാൾ വിളിക്കുകയാണ്, ഇപ്പോൾ പറയുകയാണ് വ്യഭിചാരിണി എന്ന് വിളിച്ചാൽ എന്തായിരിക്കും ചിന്ത? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതെല്ലാവരും പറയുകയാണ്, വ്യഭിചാരിണി എന്ന് വിളിക്കുന്നു. എന്താണ് പറഞ്ഞത്? വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വായിക്കാം. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? സ്വർഗത്തിൽ നിന്ന് പ്രജയാകാൻ പോവുകയാണ്. പാപങ്ങളെല്ലാം കർത്താവ് കഴുകിക്കളയാൻ പോവാണ്. എല്ലാ ബന്ധനങ്ങളും കഴുകിക്കളയാൻ പോകണം. അന്നേരം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ അതിലേക്കൊന്നും നോക്കാതെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ മാത്രം മതി പ്രിയപ്പെട്ടത്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കൂ, ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കൂ. എന്നെ സ്നേഹിച്ച ജീവനുള്ള ദൈവം, എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ജീവനുള്ള ക്രിസ്തു എന്താണ് പറഞ്ഞു വരുന്നത്? നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാകുന്നു. വ്യഭിചാരിണികളായുള്ളവർ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. നിങ്ങൾ ഇന്നും ലോകത്തിൻ്റെ സ്നേഹിതന്മാരാണോ? ഇത് നിങ്ങളോട് ദൈവം നേരിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ലോകത്തിൻ്റെ സ്നേഹിതനാണോ നിങ്ങൾ? അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഞാൻ ലോകത്തിൻ്റെ സ്നേഹിതനാണോ? എനിക്ക് എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ എനിക്ക് വഹിക്കാൻ പറ്റാതെ വരുന്നുണ്ടോ? എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റാതെ വരുന്നുണ്ടോ? എന്നെ ആരെങ്കിലും ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ, ഒട്ടും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം എന്നെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു തിരിഞ്ഞു കിടക്കുവാണെന്നാണോ നിങ്ങൾ പറയണേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതരാണ്. ദൈവം നിങ്ങളെ വ്യഭിചാരിണിയേ എന്നാണ് വിളിക്കുന്നത്, വേശ്യാവൃത്തിക്കാരാ എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ വാക്കല്ല, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നുകൂടി ഓർക്ക വായിക്കൂ. എന്താണ്? 4:4 യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ?
ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? കൃത്യമായിട്ട് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ ശ്വാസമാണ് ദൈവത്തിന്റെ വചനം. തിരുവെഴുത്ത് വെറുതെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുവോ എന്നാണ് അപ്പോസ്തലൻ കൃത്യമായി ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ലോകത്തിൻ്റെ ശത്രുവാണോ ലോകത്തിൻ്റെ മിത്രമാണോ? നാം രണ്ട് തോണിയിൽ കാൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സാധ്യമല്ല പ്രിയപ്പെട്ട ദൈവജനമേ. യഹോവ ദൈവമെങ്കിൽ അവനെ ആരാധിപ്പിൻ, ബാൽ ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോയിക്കൊള്ളാനാണ് പറഞ്ഞത്. നാം ആരുടെ പിന്നാലെയാണ് പോകുന്നത്? ജീവനുള്ള ദൈവത്തിൻ്റെ വചനം 1-2 വാക്യം കൊണ്ട് വേഗം വായിച്ച് കേൾക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എങ്ങനെ ജീവിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കർത്താവ് സ്വന്തം നാവെടുത്ത് പറഞ്ഞാണ്, വേറെ ആരും പറഞ്ഞാല. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണില്ലാത്തവരാരും ഇവിടെ വന്നിട്ടില്ല. മുഴുവൻ കാഴ്ചയില്ലാത്തവർ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. കൃത്യമായിട്ട് പറയാണ്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. നിങ്ങളുടെ കണ്ണ് ചൊവ്വുള്ളതാണോ? ചൊവ്വുള്ള കണ്ണാണോ? ചൊവ്വയാണോ നോക്കുന്നത്? വേറെ എന്തെങ്കിലും നോക്കാൻ നിങ്ങൾക്ക് പ്രേരണ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടോ? വേറെ എന്തെങ്കിലും അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് നോക്കാനൊരു ആഗ്രഹം വരുന്നുണ്ടോ? ദുഷ്ടനായ പിശാചാണ് നിങ്ങൾ നയിക്കുന്നത് അറിഞ്ഞുകൊള്ളൂ. ഒന്നുകിൽ യേശു നയിക്കും, അല്ലെങ്കിൽ പിശാച് നയിക്കും. രണ്ടുപേരും കൂടി ഇരുന്ന് നയിക്കുകയില്ല. രണ്ട് തോണിയിൽ കാൽ വെച്ചുകൊണ്ട് ജീവിപ്പാൻ സാധിക്കുകയില്ല. യഹോവ ദൈവമെങ്കിൽ അവനെ ആരാധിപ്പിൻ. ഒന്നുകിൽ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നു, അതല്ലെങ്കിൽ ദുഷ്ടനായ പിശാചാണ് നമ്മെ നയിക്കുന്നത്. ആരാണ് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത്? പ്രിയ ദൈവജനമേ, കളിക്കേണ്ട രംഗമല്ല ക്രിസ്തീയ ജീവിതം. ആത്മീയ ജീവിതം ഏറ്റവും സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതാണ്. പേടിപ്പിക്കുകയല്ല, സത്യം പറയുകയാണ്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. താഴേക്ക് വായിച്ചോളൂ. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. കണ്ണ് കേടുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. പിന്നെ എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടത്ര വലിയത്. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഏത് യജമാനന്റെ പിന്നാലെയാണ് നാം നടക്കുന്നത്? യേശു ക്രിസ്തു തന്നെയാണോ എന്നെ നയിക്കുന്നത്? ക്രിസ്തു തന്നെയാണോ എന്നെ നയിക്കുന്നത്? ഒരു വിഷയം വരുമ്പോൾ, ഒരാവശ്യം വരുമ്പോൾ, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഒരു ചെറിയ നിസ്സാര കാര്യമുണ്ടെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുകൊണ്ട് ദൈവദാസനെ കറക്കി വിളിക്കും. ദൈവദാസനെ കറക്കി വിളിക്കലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ നോക്കണം. ക്രിസ്തുവിനെ മാത്രം നോക്കണം. ക്രിസ്തുവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. താഴേക്ക് വായിക്കൂ. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വാക്കല്ല, എൻ്റെ കർത്താവ് സ്വന്തം നാവുകൊണ്ട് തിരുവായി മൊഴിഞ്ഞു പറഞ്ഞാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാം, ദൈവത്തിന്റെ പൈതലായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മാമോൻ അഥവാ പിശാചിനെ സ്നേഹിച്ചുകൊണ്ട് പിശാചിന്റെ പിന്നാലെ ജീവിക്കാം. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ദൈവത്തെയും പിശാചിനെയും സാത്താനെയും ദൈവത്തെയും ഒരുമിച്ച് സ്നേഹിച്ച് നടപ്പാൻ സാധ്യമല്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ചിന്തിക്കണം. നാം ആരുടെ പിന്നാലെയാണ് നടക്കുന്നത്? ആരെ സ്നേഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്? ഇനി എഴുതാം. മത്തായി 5:29-30 കൂടി ഒന്ന് വായിച്ചോളൂ. മത്തായി 5:29. കണ്ണ് ചൊവ്വുള്ളതാണോ? കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ, കണ്ണിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ വെളിച്ചമുള്ളതായിരിക്കുമെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ, എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പറയണം, കർത്താവേ, ആ തിരുരക്തം പുരണ്ട കരം എൻ്റെ കണ്ണിലൊന്ന് തൊടുവിക്കണമേ. കർത്താവേ, ഒരു തുള്ളി രക്തം എൻ്റെ കണ്ണിലൊന്ന് ഒഴിക്കണമേ. അതുപോലെ നിങ്ങൾ പറയണം. നിങ്ങൾ കണ്ടുകൊണ്ട് പറയണം. എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയണം, കർത്താവേ, എൻ്റെ കണ്ണിൽ നരുതാത്തൊന്നും കാണാൻ ഇടവരല്ലേ. എൻ്റെ കർത്താവേ, ആ തിരുരക്തം ഒരു തുള്ളി എൻ്റെ കണ്ണിലൊന്ന് ഒഴിക്കണമേ. കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ ചൊവ്വുള്ളതാണല്ലോ കർത്താവേ തിരുവചനം. അതുകൊണ്ട് കർത്താവേ, എൻ്റെ കണ്ണിൽ തിരുരക്തം പുരട്ടണമേ. പിന്നെയും പറയണം, കർത്താവേ, നാവിൽ കർത്താവേ തിരുരക്തം പുരട്ടണമേ. നാവ് ചൊവ്വുള്ളതായിരിക്കണം. കാരണം നാവ് എന്താണ്? നാവ് ഒരു തീയാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. കർത്താവേ, എൻ്റെ നാവ് കൊണ്ട് അരുതാത്തൊന്നും പറയാൻ ഇടവരല്ലേ. കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുമായ വാക്കുകൾ മാത്രം പറയാൻ ഇട നൽകണമേ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവർ. ഇല്ലെങ്കിൽ തോറ്റുപോയിരിക്കും, സംശയമൊന്നുമില്ല. നാം തോൽവി അടഞ്ഞവരായി ജീവിക്കേണ്ടി വരും. ഒരു ദിവസം മരിക്കും, കൂട്ടത്തോടെ നിത്യനരകത്തിലേക്ക് പോകും.
സത്യവചനമാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിത്യജീവൻ്റെ വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കലർപ്പില്ലാത്ത വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മായം ചേർക്കാത്ത വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും മായം ചേർക്കാൻ ഞങ്ങൾക്ക് പരിപാടിയില്ല പ്രിയപ്പെട്ട ദൈവജനമേ. ആളുകളെ കൂട്ടിവരുത്താൻ ഒരിക്കലും പരിപാടിയില്ല. കാരണം ഇവിടെ ഒരുപാട് പേര് കൂടി വന്നിട്ട് കാര്യമില്ല. വരുന്നവരെങ്ങനെയുള്ളവരായിരിക്കണം? വിശുദ്ധരായി തീരണം, ശുദ്ധിമതികളായി തീരണം. അല്ലെങ്കിൽ എന്തുണ്ട്? അവസാനം നഷ്ടപ്പെട്ടു പോകും. താഴേക്ക് വായിക്കൂ. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ, കർത്താവ് സ്വന്തം നാവെടുത്ത് പറയാണ്, മകനെ ജോണേ, നിന്റെ കണ്ണ്, നിന്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുകയാണെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. ഒരു കത്തി മേടിച്ചോളാണ് പറഞ്ഞത്. കത്തി വെച്ചിട്ട് ചൂന്നെടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴിച്ചെടുത്ത് അത് പിടിച്ചേച്ച് എറിഞ്ഞു കളക എന്നാണ് കർത്താവ് പറഞ്ഞത്. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ, ഇല്ലെങ്കിൽ നീ നിത്യ നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കേണ്ടി വരും. അങ്ങനെ നീ നരകത്തിൽ 2 കണ്ണുള്ളവനായി നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ഒരു കണ്ണ് നിനക്ക് വേണ്ട മകനെ, അതാണ് നിനക്ക് നല്ലതെന്ന്. അടുത്ത വാക്യം. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാണ് വലം കൈ. ഈ വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ, ഈ വലം കൈയോട് നീ അരുതാത്ത എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ വലം കൈയോട് നീ മൊബൈലിൽ ഇങ്ങനെ ചിറ്റിക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ കയറിയിട്ട് നീ ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ടെങ്കിൽ, ഈ വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. അതിനെ വെട്ടാൻ ഞാനല്ല പറഞ്ഞത്, ജോൺ എന്ന് പറഞ്ഞത്. നിങ്ങൾ വെട്ടുവോ? യേശു പറഞ്ഞിരിക്കുകയാണ്, വാക്കത്തി എടുത്തോ, നീ വെട്ടിക്കോ, എറിഞ്ഞു കളഞ്ഞോ എന്നാണ് പറഞ്ഞത്. കളിയല്ല ക്രിസ്തീയ ജീവിതം. കളിക്കാൻ പറ്റില്ല ക്രിസ്തീയ ജീവിതത്തിൽ. അങ്ങനെ കളിക്കാനുള്ള ഒരു നാശത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഗൗരവത്തോടെ പറയുന്നത്, ആരെയും ഭയപ്പെടുത്തുകയല്ല, ആരെയും പേടിപ്പിക്കുകയല്ല. പക്ഷെ സത്യം സത്യം പോലെ പറഞ്ഞില്ലെങ്കിൽ നാളെ ഞങ്ങളോട് ദൈവം ചോദിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ നീ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ, നിന്റെ ശരീരം, മകനെ മകളെ, നിന്റെ ശരീരം മുഴുവനും നിത്യ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയിലൊന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം. അവയവങ്ങളൊന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം. പിന്നെയും വായിക്കാം, 5:28 കൂടെ വായിക്കൂ. ഞാനോ നിങ്ങളോട് പറയുന്നത്, യേശു സ്വന്തം നാവെടുത്ത് പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന്. കേട്ടോളണം, ശ്രദ്ധിച്ച് കേട്ടോളണം, പുരുഷന്മാരെല്ലാവരും കേട്ടോളണം, ആരും കേട്ടില്ല എന്ന് പറയരുത്. അത് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നോക്കുന്ന കാര്യമല്ല. യൂട്യൂബിൽ നോക്കുകയാണെങ്കിലും ശരി, അല്ല ഏതെങ്കിലും അഴുക്ക് പടങ്ങൾ കാണുകയാണെങ്കിലും ശരി, എന്താണ് പറഞ്ഞത്? സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ, അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. കേട്ടോളൂ, ഞാൻ പറഞ്ഞ വാക്കല്ല പ്രിയപ്പെട്ടവരെ. സ്ത്രീയെ നോക്കുന്നവനെല്ലാം ആ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. നിന്നെ വിളിക്കുന്നത് വ്യഭിചാരിണി എന്നാണ്, വ്യഭിചാരി എന്നാണ് വിളിക്കുന്നത്. ഭയത്തോടെ വേണം കേൾക്കാനായിട്ട്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനമാണ് പറയുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണിത് പറയുന്നത്. പാപത്തോട് കോംപ്രമൈസ് കൊണ്ടുള്ള ജീവിതം ക്രിസ്തീയ ജീവിതമല്ല. അത് ലോകത്തിൻ്റെ ശത്രുവാകുന്ന ജീവിതമാണ്. ലോകത്തിൻ്റെ ശത്രുവാകാനല്ല നിങ്ങളെ വിളിച്ചത്, നമ്മെ വിളിച്ചത് അതിനല്ല. ലോകത്തിൻ്റെ ശത്രുവാകാനാണ് വിളിച്ചത്, ലോകത്തിൻ്റെ സ്നേഹിതനാകാനല്ല വിളിച്ചത്. നാം ലോകത്തിൻ്റെ സ്നേഹിതരാണോ അതോ ക്രിസ്തുവിൻ്റെ സ്നേഹിതരാണോ? 5:22, 23, 24. ഞാനോ നിങ്ങളോട് പറയുന്നത്, യേശു സ്വന്തം നാവെടുത്ത് പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം. കേട്ടോളണം, ഒരു കോപ പിശാച്, അതൊരു ദുഷ്ട പിശാചാണ്. പല ചെറുപ്പക്കാരെയും അല്ല, പല യുവാക്കന്മാരെയും അല്ല, പല പിതാക്കന്മാരെയും പല മാതാക്കന്മാരെയും പിടികൂട്ടിരിക്കുന്ന ദുഷ്ട പിശാചാണ് കോപം. പ്രിയപ്പെട്ട ദൈവജനമേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാനോ നിങ്ങളോട് പറയുന്നത്, കോപിക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. കോപിക്കുന്ന ജോൺ ആരാണ്? കൊലപാതകനാണ്. ഈ വചനത്തിന് മാറ്റമില്ല പ്രിയപ്പെട്ടവരെ. വായിക്കാം. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ, ആരെങ്കിലും ഒരാളെ തുച്ഛീകരിച്ചാൽ സഹോദരന് നിസ്സാര എന്ന് പറഞ്ഞാലോ, ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ, ഒരാളെ മൂഢൻ എന്ന് വിളിക്കുക, ഒരുത്തിനെ തരം താഴ്ത്തി ആരുടെയെങ്കിലും മുമ്പിൽ ആക്ഷേപിച്ച് വിളിക്കുകയാണെങ്കിലോ, അഗ്നി നരകത്തിന് യോഗ്യനാകും. അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന് മുഴുവൻ പറയാൻ നേരമില്ല. അതുകൊണ്ട് എന്തുവാണ് പറഞ്ഞത്? ലോകത്തിൻ്റെ സ്നേഹിതനാകരുത്. വേറെ ഒന്നും ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവർ. ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ലോകത്തിൻ്റെ സ്നേഹിതരാകാൻ നിങ്ങൾ പരിപാടി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുവാണെന്ന് അറിഞ്ഞുകൊള്ളൂ. എല്ലാവരും ഉണർന്നിരുന്നുള്ളൂ. ഇന്ന് തീരുമാനമെടുക്കണം. ഇന്ന് ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എന്നേക്കുമായി കൊടുക്കണം. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, എന്താണ്? ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ, ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇതൊന്നും മനുഷ്യർക്ക് സാധ്യമായ കാര്യമല്ല. എന്നാൽ ദൈവം ഉള്ളിൽ വന്നിരുന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വന്നാൽ, ജീവിതം ക്രിസ്തുവിനായി കൊടുത്താൽ, പാപജീവിതത്തോടെ എന്നേക്കുമായി യാത്ര പറഞ്ഞാൽ, കർത്താവേ എന്നേക്കുമായി എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു, പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു, ഇന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായിരിക്കും തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അങ്ങനെ തീരുമാനമെടുത്താൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ജയജീവിതം കർത്താവ് തരും.
ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇതാകുന്നു സുപ്രസാദകാലം. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ് പ്രിയപ്പെട്ടത്. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെ വ്യക്തമായി തീരുമാനമുള്ള ആരെല്ലാം ഉണ്ട്? നമുക്ക് തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. യേശു നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെന്ന് ചിന്തിക്കൂ. എൻ്റെ യേശു മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ലോക സ്നേഹം നേരെ മുമ്പിൽ വന്നിട്ട് പറയാണ്, മോനെ ലോക സ്നേഹം, മോളെ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നതിനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാകുന്നു എന്ന്. നിങ്ങൾ ലോക സ്നേഹത്തിലാണോ ഇന്നും ജീവിക്കുന്നത്? അതെയോ ലോകത്തോടുള്ള ശത്രുത്തിലാണോ ജീവിക്കുന്നത്? കണ്ണുകൾ അടച്ചിരിക്കൂ പ്രിയപ്പെട്ടവരെ. വ്യക്തമായ ഒരു തീരുമാനമെടുക്കണം. ഇനി നാളെ എന്ന് പറഞ്ഞ ജീവിതം നമുക്ക് ഉണ്ടാകുമോ അറിഞ്ഞുകൂടാ. എല്ലാവരും കണ്ണുകളെ അടച്ചുകൊണ്ട് യേശു മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. വേറെ ഒന്നും കർത്താവ് പറയുന്നില്ല, വേറെ ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. നീ ഇന്ന് വരെ ലോകത്തിൻ്റെ സ്നേഹിതനായിരുന്നുവോ? ഇന്ന് വരെ നീ പാപത്തിൽ ജീവിച്ചവനാണോ? ഇന്ന് വരെ നിന്റെ പാപത്തെ ഓർത്ത് നീ കുറുകി കരഞ്ഞിട്ടില്ലേ? എന്നാൽ കുറുകി കരയുന്നവരുടെ മേൽ മുദ്ര തരുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ആ മുദ്ര ഇന്ന് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ആരെല്ലാം യേശു മുമ്പിൽ വന്നു നിൽക്കുന്നത് വിശ്വസിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ആരെല്ലാം എൻ്റെ മുമ്പിൽ യേശു വന്നു നിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. 2 or 3 പേർ യേശുവിൻ്റെ നാമത്തിൽ എവിടെ വന്നാലും അവരുടെ മധ്യേ വരാമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. യേശു വാക്കുമാറാത്തവനാണ്. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. വാക്കുമാറാത്ത ജീവനുള്ള ദൈവം, ദാനിയേലിൻ്റെ ദൈവം, ഒന്ന് ദാനിയേലിനെ സിംഹക്കുഴിയിൽ കാത്ത ജീവനുള്ള ദൈവം, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അവേദനകോവിൻ്റെയും ദൈവം, തീയിൽ കാത്ത ജീവനുള്ള ദൈവം, അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ജീവനുള്ള ദൈവം, വിഗ്രഹാരാധിയായ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ദൈവം, പത്രോസിനെ ശീമോനെ വിളിച്ച് പത്രോസാക്കി, മീനെ പിടിച്ചുകൊണ്ടിരുന്ന ശീമോനെ വിളിച്ച് മനുഷ്യരെ പിടിക്കുന്ന പത്രോസാക്കി തീർത്ത ജീവനുള്ള ക്രിസ്തു. ആ ദൈവം തന്നെയാണ് നിന്നെയും വിളിച്ചിരിക്കുന്നത്. ആ ദൈവം തന്നെയാണ് എന്നെയും വിളിച്ചത്. ആ ഒരു വ്യക്തമായ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ലോകത്തോട് യാത്ര പറയണം. ലോകത്തിന്റെ ശത്രുവായി തീരാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറയണം. ലോകത്തിന്റെ മിത്രമായി ഞാൻ ഇനി ജീവിക്കുകയില്ല എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പാപത്തോട് എന്നേക്കുമായി യാത്ര പറയണം. പാപത്തോട് യാത്ര പറയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയാൻ മനസ്സുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്ക് ആ സമർപ്പണ വാചകം പറഞ്ഞു തരാം. പ്രിയപ്പെട്ട ദൈവജനമേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് ഒരിക്കൽ നാം പറഞ്ഞേ തീരൂ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവമാണ് നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ശബ്ദം മുഴുവനും ദൈവത്തിന്റെ ആത്മാവാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞ വാക്കുകളല്ല. ഇന്ന് തുടക്കം മുതൽ പാട്ടിലും പ്രാർത്ഥനയിലും എല്ലാം വ്യാപരിച്ചത് ദൈവത്തിന്റെ ആത്മാവാണ്, മനുഷ്യന്റെ ശബ്ദമല്ല. ഇപ്പോൾ നിങ്ങൾ ജീവിതം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. അങ്ങനെ ആർക്കെല്ലാം തീരുമാനമുണ്ട്? വ്യക്തമായി ഞാനിതാ എൻ്റെ ജീവിതം എന്നേക്കുമായി യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ തീരുമാനമുള്ളവർ, ഇന്ന് മുതൽ ഞാൻ ലോകത്തിൻ്റെ ശത്രുവായി ജീവിക്കുമെന്ന് തീരുമാനമുള്ളവർ, വ്യക്തമായൊരു തീരുമാനമുള്ളവർ, ഞാൻ എൻ്റെ ജീവിതം എന്നേക്കുമായി യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഇതാ കർത്താവേ, എന്നേക്കുമായി എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിന് കൈമാറുകയാണ് എന്നങ്ങനെ ഒരു തീരുമാനമുള്ളവർ, അങ്ങനെ ഉറപ്പുള്ളവർ, അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാനായി കർത്താവ് അവരോട് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് പറയാം, ഞങ്ങൾ പറഞ്ഞു തരാം. പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. ദുഷ്ട പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. ലോകത്തോട് എന്നേക്കുമായി യാത്ര പറയുന്നു. ലോകത്തോട് എന്നേക്കുമായി യാത്ര പറയുന്നു. പാപത്തോട് എന്നേക്കുമായി യാത്ര പറയുന്നു. പാപത്തോട് എന്നേക്കുമായി എന്റെ യേശുവേ, എന്റെ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു. എന്റെ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു. എന്റെ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു. യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് മുതൽ അവിടുത്തെ മകനായി ജീവിക്കുമെന്ന് തീരുമാനിക്കൂ, മകളായി ജീവിക്കുമെന്ന് തീരുമാനിക്കൂ. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ തീരുമാനമെടുത്തവര്, ആ തീരുമാനമെടുത്തവർ കൈകൾ ഉയർത്തു. പ്രിയപ്പെട്ട ദൈവജനമേ, സ്വർഗം കാണട്ടെ, മനുഷ്യരും കാണണ്ട, സ്വർഗം കാണട്ടെ. ഇന്ന് മുതൽ ഞാൻ അവിടുത്തെ വകയായി ജീവിക്കും. ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. എൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് കഴുകി കളഞ്ഞു. എൻ്റെ പാപങ്ങളെല്ലാം പുറകോട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഞാൻ ഇന്ന് മുതൽ പുതിയ സൃഷ്ടിയാണ്. കർത്താവേ, എന്നെ കഴുകി
വെടിപ്പാക്കി അവിടുത്തെ തിരുരക്തത്തിന്റെ മുദ്ര എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ തീരുമാനമെടുത്തവരുടെ മേൽ കർത്താവെ ആണിപ്പാടുള്ള കരം വെക്കണമേ. കർത്താവെ അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. ഇന്ന് ആദ്യമായിട്ട് വന്നവരാണെങ്കിലും എൻ്റെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്തെന്ന് പറയുകയാണ്. ഞങ്ങൾ ദൈവങ്ങൾ എല്ലാവരും കൈകോർത്ത് പിടിക്കുകയാണ്. കർത്താവേ, ഇതാ എൻ്റെ കർത്താവേ, അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. അവരെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രതിയാക്കി തീർക്കണമേ. കർത്താവേ, രോഗികളായി വന്നവരുണ്ട്, വീട്ടിൽ രോഗികളായി ഇരിക്കുന്നവരുണ്ട്, നടുവിന് പ്രയാസമായി ഇരിക്കുന്നവരുണ്ട്. കർത്താവേ, ആ നടുവേദനയുള്ളവരുടെ മേൽ അവിടുത്തെ കരമൊന്ന് വെക്കണമേ. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ നടുവേദനയോട് വിഷമിക്കുന്നവര് നിങ്ങളുടെ കരം, കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ വെക്കുന്നെന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ കരം നടുവിൽ വെക്കൂ പ്രിയപ്പെട്ടവരെ. മോചിക്കുന്ന സമയമാണ്, രോഗം മാറ്റുന്ന സമയമാണ്. ഞങ്ങളാരുമല്ല മാറ്റുന്നത്, ജീവനുള്ള ക്രിസ്തുവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. എന്റെ യേശുവേ, അങ്ങനെ നടുവേദനയെ കിടക്കുന്ന മനുഷ്യരുണ്ട്, അവരുടെ മേലോടുത്തെ കരം ഒന്ന് വെക്കണമേ. രോഗികളുടെ മേലോടുത്തെ കരം വെക്കണമേ. ആണിപ്പോറുടെ കരം വെക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആവശ്യ ഭാരങ്ങളുമായി വന്നിരിക്കുന്നവരുണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്റെ അപ്പാ, ദുഃഖം മാറ്റണമേ, അവരുടെ സങ്കടം മാറ്റണമേ. എല്ലാവരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യുവാക്കളെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ശിശുക്കളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ യൗവനക്കാരെ കർത്താവെ ഉണർന്ന് എഴുന്നേൽപ്പിക്കണമേ. എല്ലാം അപ്പന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തുതി. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.